മറുപടി പറയട്ടെ. 5 വാചകം കൂടി. ഇനി കൂടുതൽ ചോദ്യം. ഈ കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു കാര്യം ഇത്രയും നേരം സംസാരിച്ചപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ രണ്ടുപേരും ഒരു ചുക്കും ചെയ്തിട്ടില്ല ഈ നാടിൽ നിന്ന്. ഈ പുതുപ്പള്ളിക്ക് വലതുപക്ഷം ഒന്നും ചെയ്തിട്ടില്ല. അവർ രണ്ടുപേരും പരസ്പരം കളിക്കുക, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഇവർ പറഞ്ഞത്. രണ്ടുപേരും നിങ്ങൾ കുറച്ചപ്പോ ചെയ്തോ ഇല്ല, നിങ്ങൾ കുറച്ചപ്പോ ചെയ്തോ ഇല്ല. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. നിങ്ങളുടെ ഗോവിന്ദ മാഷ് പറഞ്ഞില്ലേ പ്ലെയിൻ ഓടുന്ന റോഡ് അത് BJP ഓടുന്ന റോഡാ. നിങ്ങളുടെ ഗോവിന്ദ മാഷ് പറഞ്ഞില്ലേ ഗ്രാമത്തിൽ നിന്ന് ആളുകൾ വരും കാണാൻ. അത് BJP ഉണ്ടാക്കിയ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണം കൊണ്ട് ഉണ്ടാക്കിയ റോഡാണ് ഇന്ന് കാണുന്ന ഹൈവേ. കേരളത്തില് ഏറ്റവും അധികം ഒരു വിഭാഗം മാധ്യമങ്ങളും കോൺഗ്രസും എക്കാലവും വേട്ടയാടിയിട്ടുള്ള മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. മറുപടി പറയാൻ പോകുന്നല്ലേ. അല്പം മുമ്പ് രാഹുൽ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 1.72 കോടി രൂപ കിട്ടിയോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി സർവീസ് എന്താ? ഡയറക്റ്റ് ചോദ്യം. അതിന് പിണറായി വിജയൻ പണ്ട് ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴും BJPക്ക് വേണ്ടി അനിൽകുമാറിനോട് ആയിപ്പെടുക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം. ഈ പരിപാടി ഇവിടെ നിർത്തുകയാണ്. ഇവിടെ നിങ്ങളാരും വിഷമിക്കണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനോടാ. വിജയന്റെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പിണറായി വിജയന്റെ വിലയിരുത്തലാകുമോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. 1000 തവണ പറയും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ റഹീമിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. ഈ ചോദ്യം ചോദിക്കുമ്പോ ആദ്യമായിട്ടാണ് ഒരാൾ ഓടാതിരിക്കുന്നത്. അവിടെ ഇരിക്കുന്നുണ്ട് അനിൽകുമാർ. അന്ന് തല്ലുമാറിയ വിഷയം മറുപടി പറയട്ടെ പ്ലീസ്. ഇവിടെ ഇതുപോലെ കടസോർച്ച സാധനം ഒന്നും പശുവിന് കൊടുക്കാൻ പറ്റൂലട്ടാ. ഇത് ഇവിടുത്തെ ചില പോത്തുകൾക്കുള്ള പേടിക്കാതെ സാറേ, ഇങ്ങനെ അല്ല പേടിക്കാതെ മറുപടി പറയട്ടെ. പേടിക്കാതെ മറുപടി പറയട്ടെ. ഇങ്ങനെ പേടിക്കലടാ. സ്വന്തം വെരിഫൈഡ് പേജില് പച്ച ചീത്ത. അവസാനിപ്പിക്കാം. മൂന്നെണ്ണം ഓർമ്മയുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. നിങ്ങളുടെ പഴയകാല ഇറങ്ങിപ്പോയതുപോലെ മൈക്കൂരി കളഞ്ഞിട്ട് ഇറങ്ങിപ്പോയത്. നിങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ഇടണം. എന്താ ഇത്? എന്തി കാണിക്കുന്നേ? അയ്യേ എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിനോട് പൂട്ടാൻ പറ്റില്ല. നീ എളന്തേരി നടന്നാൽ എനിക്കറിയും. വേണുവിനെ ചീത്ത വിളിച്ചതുപോലെ അഭിലാഷിനെ ചീത്ത വിളിക്കണം. അഭിനയോ അവനോട് വെള്ളമാണെന്നേ. അമ്മച്ചാണ് ഞാനൊന്നും അടിച്ചിട്ടില്ല. ചിരി വരും ലാസ്റ്റ് ചിരി വരും. എനിക്ക് പോണ കാല് പോലും നിലത്തുറക്കില്ല. കഴിഞ്ഞിട്ടില്ല.
ചേട്ടാ ക്ലൈമാക്സിലാണ് ചിരി കിട്ടുന്നത്. നിങ്ങളൊരു മുന്നണിയല്ലേ, എന്തിനാ ഇവിടെ ബഹളം ഉണ്ടാക്കണത്? മണിപ്പൂരിൽ ഈ നിങ്ങളൊരു കലാപം മുന്നണിയല്ലേ, മണിപ്പൂരിലെ ബഹളം ഉണ്ടാക്കണത്? നിങ്ങളെന്തിനാ ബഹളം ഉണ്ടാക്കണത്? നിങ്ങളൊരു മുന്നണിയല്ലേ, നിങ്ങൾ കേരളത്തിലെ ഒരു മുന്നണിയല്ലേ? ദമു എന്ത് പറ്റിയടാ? പുതുപ്പള്ളി വളരെ ഹീറ്റഡായ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റിന്റെ വേദിയാവുകയാണ്. അത് പോളിംഗിലും പ്രതിഫലിക്കട്ടെ. മൂന്ന് മുന്നണികൾക്കും എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്.